അപ്പോൾ എൻ്റെതായിട്ടുള്ള ചില കൺവെൻഷൻ ഒരുപക്ഷെ പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലായിരിക്കും. ചിലപ്പം ആ ആർട്ടിസ്റ്റ് വലുതായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റോട് അയാളോട് പടം ചെയ്യേണ്ടത്, അയാൾ വെറുതെ വെച്ച പടം ഉണ്ടാക്കി. ഓക്കെ, ഐ ഡോണ്ട് കെയർ ഫോർ ദാറ്റ്. ഞാൻ പടം ചെയ്തില്ല എന്ന് വരുള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്ന സിനിമയ്ക്കകത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് നടക്കണം എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഓഫ് ലൈറ്റ് ഒരു കഴിഞ്ഞപ്പോൾ 2-3 പടങ്ങളൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ വിചാരിക്കും ഷൗട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിലും സംഭവം മെക്കാനിക്കലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചൊരു പഴം തിന്നിരിക്കും. ഓക്കെ, ഷോട്ട് റെഡിയാ, ഓക്കെ ശരി ഷൂട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ കൂളാണ്, വളരെ കൂളാണ്. ഇപ്പം ഈ അതല്ലേ പറയുന്നത്, ഞാനിപ്പോൾ അഭിനയിക്കാൻ പോകും ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും പലതും കണ്ടുകൊണ്ട്. ഞാൻ പറയും ഞാനിങ്ങനെ അല്ലായിരുന്നല്ലോ, അതങ്ങനെ തന്നെ, നിനക്ക് അങ്ങനെ തന്നെ വേണടാ എന്നും പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ ശകാരിച്ചുകൊണ്ട് ഞാനിരിക്കും. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫീലിങ്സ് ആണത്. പിന്നെ വി എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്. അതിനകത്ത് നമ്മുടെ അടുത്തുണ്ട് ബാഡ് ഹാബിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഷൗട്ട് ചെയ്യുന്ന എല്ലായിടത്തും ഷൗട്ട് ചെയ്തുകൊണ്ട് കാര്യം നടക്കില്ല. അപ്പം അതിൻ്റെ മെച്യൂരിറ്റി എന്ന് വരുന്നത് നമ്മൾ എക്സ്പീരിയൻസ് എന്നാണ്. 1-2 പടം കഴിയുമ്പോൾ അല്ല ഇതൊന്നും ഇല്ലെങ്കിൽ കാര്യം നടക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എന്നാ ആസ് എ ഡയറക്ടർ ഇഫ് യു ലൂസ് യുവർ ടെമ്പർ കംപ്ലീറ്റ് യൂണിറ്റ് ടെൻഷൻ അടിക്കും. ഒരിക്കലും ചെയ്യരുത്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതാണ് സുഖം. ലാല് നമ്മൾ ടെൻഷൻ ആണെങ്കിലും ലാൽ സാർ വന്നിട്ട് ഒന്നുമില്ല, കാരണം മൂപ്പർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ടെൻഷൻ, ഒരു ടെൻഷനും ഇല്ല. ഒരു രണ്ടും നടക്കും, ഡോണ്ട് വറി, ജസ്റ്റ് റിലാക്സ്. എന്നൊക്കെ തോളത്തൊക്കെ വന്നിട്ട് പിടിച്ചോണ്ടിരിക്കും, ജസ്റ്റ് റിലാക്സ്. ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം, അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയും. ഹി വാസ് റൈറ്റ്. വൈ? ബിക്കോസ് ഈസ് എൻ എക്സ്പീരിയൻസ്ഡ് ബിഗ് മാൻ ഹൂ നമുക്ക് ഓരോരോ മൊമെന്റിലും അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മമ്മൂക്കാനെ പേടി എന്താണെന്ന് വെച്ചാൽ, പേടി എന്ന് പറഞ്ഞാൽ പേടിയല്ല, ഇതൊരു ബഹുമാനോ, ഒരു തലമൂത്തപ്പൻ. ഇന്ന് മലയാള സിനിമയിലത്തെ നമ്മുടെ എല്ലാം ഒരു തലമൂത്തപ്പനായിട്ടാണ് ഒരു അഭിനേതാവിൽ നമ്മൾ കാണുന്നത്. ലാൽ മൈറ്റ് ബി ടു ബിഗ്, പക്ഷെ ലാലിന് നമുക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മമ്മൂക്കിയുടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നമുക്ക് ശരി മൂപ്പരെ വെറുതെ ചൂടാക്കണ്ട, അങ്ങനെയുള്ള ലാലിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോയി വേണം മറ്റേ. അപ്പൊ ലാൽ ഇങ്ങോട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിഫറെന്റ് ആളുകൾ ഡിഫറെന്റ് മാതിരിയാണ്. അവരെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു ഷൂട്ട്. വളരെ സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ എനിക്കത് പഠിക്കാൻ 2-3 പടം വേണ്ടി വന്നു. ഞാൻ കൂൾ ഡൗൺ. മറ്റേ എന്റെ വിചാരം എന്തോ ഇത് പട്ടാള ക്യാമ്പാണ്. അതിൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്, പട്ടാള ക്യാമ്പ്. ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാനൊരു പ്രാവശ്യം ഒരു യാത്രാമൊഴിയോടെ പാട്ട് എഴുതിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഗിരീഷ്